നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ടെമ്പറൽ ബോണിനെ പറ്റിയാണ്. ഇതൊരു ന്യൂമാറ്റിക് ഇറഗുലർ ബോണാണ്. ഇത് സ്കളിൻ്റെ സൈഡിലും ബേസിലുമായിട്ടൊക്കെ ലൊക്കേറ്റ് ചെയ്യുന്നു. ഇത് മുൻപിൽ സ്ഫിനോയിഡ് ബോണുമായിട്ടും പുറകിൽ ഓക്സിപിറ്റൽ ബോണുമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന് ബേസിക്കായിട്ട് 4 പാർട്ടാണുള്ളത്. ഒരു സ്ക്വാമസ് പാർട്ടുണ്ട്, പിന്നീട് ഒരു പീട്രോമാസ്റ്റോയിഡ് പാർട്ടുണ്ട്. ഇത് മൊത്തം കൂടെ ചേർത്ത് പീട്രോമാസ്റ്റോയിഡ് എന്ന് പറയും. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ടിംപാനിക് പാർട്ടുണ്ട്. പിന്നെ ഈ ബോണിൽ ഒടിഞ്ഞു പോയി ഈ ഭാഗത്തെ എൻ്റെ ഇവിടെ ഒരു എൻ്റെ റൂട്ട് കാണാൻ പറ്റും. ദാറ്റ് വാസ് യുവർ സ്റ്റൈലോയിഡ് പാർട്ട്, സ്റ്റൈലോയിഡ് പ്രോസസ്സ്. അങ്ങനെ 4 പാർട്ടാണ് ടിംപാനിക് ബോണിനുള്ളത്. നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സൗകര്യത്തിനായിട്ട് ഈ പീട്രോമാസ്റ്റോയിഡ് പാർട്ടിനെ നമ്മൾ പീട്രസ് പാർട്ടെന്നും മാസ്റ്റോയിഡ് പാർട്ടെന്നും 2ആയിട്ട് തിരിച്ച് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. നമ്മളിനി ഓരോ പാർട്ടായിട്ട് നോക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സ്ക്വാമസ് പാർട്ട്. ഇതൊരു തിന്നാണ്, ഒരു ട്രാൻസ്ലൂസൻറ്റ് പ്ലേറ്റ് ഓഫ് ബോൺ ആണ്. ഇറ്റ് പ്രൊജക്ട്സ് അപ്വേർഡ് ആൻഡ് ഫോർവേഡ് ആൻഡ് ഫോംസ് ദ സൈഡ് വാൾ ഓഫ് ദ സ്കൾ. ഇതിന് എക്സ്റ്റേണലും ഇൻറ്റേർണലും സർഫസ് ഉണ്ട്. എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സർഫസസ്, പിന്നീട് സുപ്പീരിയർ ആൻഡ് ആൻറ്ററോ ഇൻഫീരിയർ ബോർഡേഴ്സ്. നമുക്ക് ഓരോ ഫീച്ചറായിട്ട് നോക്കാം. എക്സ്റ്റേണൽ സർഫസ്. ദിസ് സർഫസ് ഈസ് സ്മൂത്ത്, കോൺവെക്സ് and forms the floor of the temporal fossa which gives origin to the temporalis muscle. ഇപ്പോൾ ഇതിൻ്റെ എക്സ്റ്റേണൽ സർഫസിൻ്റെ ഈ ഭാഗത്തായിട്ടൊരു ഗ്രൂവ് അപ്വേർഡായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അത് മിഡിൽ ടെമ്പറൽ ആർട്ടറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ പറയുന്ന എക്സ്റ്റേണൽ സർഫസിൻ്റെ പോസ്റ്റീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്ട്, ബിലോ ആൻഡ് ബിഹൈൻഡ് ആയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു എലിവേഷനാണെന്ത് സുപ്രാമാസ്റ്റോയിഡ് ക്രസ്റ്റ്. അതിന് ഏതാണ്ട് 1.5 cm ബിലോ ആയിട്ടാണ് ഈ എക്സ്റ്റേണൽ സർഫസിൻ്റെ ലോവർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സ്ക്വാമസ് പാർട്ടിൻ്റെ ഈ ബിലോ ആൻഡ് ബിഹൈൻഡ് ആയിട്ടുള്ള ഈ പോർഷൻ ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ കാണുന്ന എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിൻ്റെ റൂഫും പിന്നെ പോസ്റ്റീരിയർ വോളിൻ്റെ അപ്പർ പാർട്ടും ഫോം ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ മിയാറ്റസിൻ്റെ തൊട്ടിപ്പുറത്ത്, അതായത് സുപ്രമാസ്റ്റോയിഡ് ക്രസ്റ്റിന് താഴെ പിന്നെ ഈ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസിന് ഒരു ടാൻജൻ്റ് വരച്ചാൽ, വെർട്ടിക്കൽ ടാൻജൻ്റ് വരച്ചാൽ അത് പിന്നെ പോസ്റ്റീരിയർ ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ എക്സ്റ്റേണൽ മിയാറ്റസ്, ഈ ഇത്രയും ഭാഗം ചേർന്നിട്ടാണ് അവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് യുവർ സുപ്രാമിയേറ്റൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ മക്യുവൻസ് ട്രയാങ്കിൾ എന്ന് പറയും. അതിന് ഡീപ്പായിട്ടായിരിക്കും ആര് കിടക്കുക? ദ മാസ്റ്റോയിഡ് ആൻഡ്രം. അടുത്തതാണ് ഈ സർഫസ് കാണാൻ പറ്റുന്നതാണ് ദ സൈഗോമാറ്റിക് പ്രോസസ്സ്. ഇതൊരു പ്രോസസ്സ് ലാറ്ററലായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് പ്രോസസ്സാണ്. ഇതിൻ്റെ അപ്പർ പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൂടെയാണ് ആര് പാസ് ചെയ്യുന്നത്? ദ ടെൻഡൻ ഓഫ് ടെമ്പറാലിസ് പാസസ് ത്രൂ ദിസ് സർഫസ്, ടെൻഡനസ് ടെമ്പറാലിസ്. ഇനി ആൻറ്റീരിയർ, ഇതിന് നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ആൻറ്റീരിയർ റൂട്ടുണ്ട്, പിന്നെ ഒരു പോസ്റ്റീരിയർ റൂട്ടും ഉണ്ട്. ഇത് ആൻറ്റീരിയർ റൂട്ട്, ഇത് പോസ്റ്റീരിയർ റൂട്ട്. ഈ ആൻറ്റീരിയർ റൂട്ട് എന്ന് പറയുന്നത് അതിനകത്ത് തന്നെ ഒരു പ്രോമിനൻ്റ് ആയിട്ട് റീജിയൻ ഉണ്ട്. ദാറ്റ് ഈസ് ദ ആൻറ്റീരിയർ ആർട്ടിക്കുലർ ട്യൂബർക്കിൾ ഓഫ് ദ മാൻഡിബുലർ ഫോസ. അപ്പോൾ ഇത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ഫോർവേഡ് ഡിസ്പ്ലേസ്മെൻറ്റ് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇനി അപ്പർ ബോർഡർ ഓഫ് ദ പോസ്റ്റീരിയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സുപ്രമാസ്റ്റോയുടെ ക്രസ്റ്റുമായിട്ട് കണ്ടിന്യൂഷനാണ്. പിന്നീട് ഈ പോസ്റ്റീരിയർ റൂട്ട് ട്രേസ് ചെയ്ത് വന്നാൽ നമ്മുടെ ഇവിടെ കാണുന്ന ഈ ഒരു ട്യൂബർക്കിൾ, അതിനെ വേണമെങ്കിൽ നമുക്ക് അതിനെ പോസ്റ്റ് ഗ്ലീനോയിഡ് ട്യൂബർക്കിൾ എന്ന് പറയാം. അത് പക്ഷേ ക്വാഡ്രിപ്പീഡ്സിലായിരിക്കും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിട്ടുണ്ടാവുക. ഇനി ഈ പറയുന്ന പോസ്റ്റീരിയർ റൂട്ടും ആൻറ്റീരിയർ റൂട്ടും കൂടെ ജോയിൻ ചെയ്യുന്ന ലാറ്ററൽ പാർട്ടിലുള്ള ഈ ഭാഗത്തുണ്ടാവുന്ന ഒരു ട്യൂബർക്കിളുണ്ട്. യു ക്യാൻ സീ ദിസ് ഓർ ഹിയർ. അതിനെ നമ്മൾ പറയും ട്യൂബർക്കിൾ ഓഫ് റൂട്ട് ഓഫ് സൈഗോമ. ഇത് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റിനകത്തുള്ള ലാറ്ററൽ ലിഗമെൻറ്റിനാണ് അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി സൈഗോമാറ്റിക് ആർച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല. ഇതിൻ്റെ അപ്പർ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പാണ്. ഇതിന് 2 ഫേഷ്യക്ക് അറ്റാച്ച്മെൻറ്റ് കൊടുക്കും. അതിനകത്ത് ലാറ്ററലായിട്ടുള്ളതാണ് ഗാലിയ അപ്പനോറോട്ടിക്കയുടെ അറ്റാച്ച്മെൻറ്റ്. അത് കുറച്ച് മീഡിയലായിട്ട് ടെമ്പറൽ ഫേഷ്യയുടെ അറ്റാച്ച്മെൻറ്റും വരും. ലാറ്ററലായിട്ട് ഗാലിയ അപ്പനോറോട്ടിക്കയും മീഡിയലായിട്ട് ടെമ്പറൽ ഫേഷ്യയുടെ അറ്റാച്ച്മെൻറ്റ്. ലോവർ മാർജിൻ ഇച്ചിരൂടെ ബ്രോഡാണ് കമ്പയർഡ് ടു ദ അപ്പർ മാർജിൻ. അത് എന്ത് ചെയ്യും? ഇറ്റ് ഗീവ്സ് ഒറിജിൻ ടു ദ
മസിറ്റർ മസിൽ. ആ മസിറ്റർ മസിൽ എന്ന് പറയുന്നത് ഈ സൈഗോമാറ്റിക് പ്രോസസ്സിൻ്റെ ഇന്നർ സർഫസിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഫീച്ചറാണ് മാൻഡിബുലാർ ഫോസ. അതായത് ഇത്രയും റീജിയൻ കംപ്ലീറ്റ് നമ്മൾ പറയാൻ പോകുന്ന പേരാണ് മാൻഡിബുലാർ ഫോസ. ഇതിൻ്റെ മുൻപിലുള്ള ഇത് ഫോം ചെയ്യുന്ന ആരൊക്കെ? ഇപ്പോൾ സ്ക്വാമസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ ആണ് ആൻറ്റീരിയർ പാർട്ട് ഫോം ചെയ്യുന്നത്. പിന്നെ ടിംബാനിക് പാർട്ടാണ് ഇതിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് ഫോം ചെയ്തത് മാൻഡിബുലാർ ഫോസയുടെ. ഇതിൽ ആൻറ്റീരിയർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ആർട്ടിക്കുലർ, ഇറ്റ് ഫോംസ് എ ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റ്, ബട്ട് പോസ്റ്റീരിയർ പാർട്ട് ഈസ് നോൺ ആർട്ടിക്കുലർ and it is separated from the joint by a part of the parotid gland. ഇനി ഈ മാൻഡിബുലാർ ഫോസയുടെ നടുക്കായിട്ട്, അതായത് ടിംബാനിക് പാർട്ടിൻ്റെയും സ്ക്വാമസ് പാർട്ടിൻ്റെയും നടുക്കായിട്ട് ഒരു ഫിഷർ കാണാം, ദ സ്ക്വാമോ ടിംബാനിക് ഫിഷർ. ഈ സ്ക്വാമോ ടിംബാനിക് ഫിഷറിനെ അത് നമ്മളിനി പറയും. അതായത് ഇവിടെ പീറ്റർസ് പാർട്ടുണ്ട്, പീറ്റർസ് പാർട്ടിൻ്റെ ഈ ഭാഗത്തിനുള്ള ടെഗ്മെൻ ടിംബാനി എന്നാണ് പറയുന്നത്. ഈ ടെഗ്മെൻ ടിംബാനിയുടെ ഒരു പ്രോസസ്സ് താപ്പോട്ട് വന്നിട്ട് ഈ സ്ക്വാമസ് പാർട്ടിനെയും ടിംബാനിക് പാർട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യും. ആ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് രണ്ട് ഫിഷറായിട്ട് മാറും. ആൻറ്റീരിയർലി യു ഹാവ് ദ പീട്രോ സ്ക്വാമോസൽ ഫിഷർ, പോസ്റ്റീരിയർലി യു ഹാവ് ദ പീട്രോ ടിംബാനിക് ഫിഷർ. ആ പീട്രോ ടിംബാനിക് ഫിഷറിൻ്റെ മീഡിയൽ എൻഡിൽ കൂടെ, കേട്ടല്ലോ, ഇവിടെയുള്ള പീട്രോ ടിംബാനിക് ഫിഷറിൻ്റെ മീഡിയൽ എൻഡിൽ കൂടെ 3 സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യും. എന്തൊക്കെയാണ്? ഒന്ന്, എക്സിറ്റ് ഓഫ് കോഡ ടിംബാനി നെർവ്. 2, എൻട്രി ഓഫ് ആൻറ്റീരിയർ ടിംബാനിക് ബ്രാഞ്ച് ഓഫ് മാക്സിലറി ആർട്ടറി. മൂന്നാമത്തത്, പാസേജ് ഓഫ് ദ ആൻറ്റീരിയർ ലിഗമെൻറ്റ് ഓഫ് മാലിയസ്. ഇനി ഈ പറയുന്ന മാൻഡിബുലാർ ഫോസയിൽ ആർട്ടിക്കുലാർ ഫോസ, ആർട്ടിക്കുലർ റീജിയനിൽ ചുറ്റുമാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? ടെമ്പറോ മാൻഡിബുലാർ ജോയിൻറ്റിൻ്റെ ക്യാപ്സ്യൂൾ വന്ന് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റേർണൽ സർഫസ് നോക്കാം. സ്ക്വാമസ് പാർട്ടിൻ്റെ ഇൻറ്റേർണൽ സർഫസ് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് സ്ട്രക്ചേഴ്സിൻ്റെ ഗ്രൂവ് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഫോർ ദ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ഡിവിഷൻസ് ഓഫ് മിഡിൽ മെനിഞ്ചൽ വെസൽസ്. ഇനി അതിൻ്റെ താപ്പോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് യു ക്യാൻ സീ ട്രേസസ് ഓഫ് ദ പീട്രോ സ്ക്വാമോസൽ സ്യൂച്ചർ. ഇനി നമ്മുടെ സുപ്പീരിയർ ബോർഡർ നോക്കിക്കഴിഞ്ഞാൽ സുപ്പീരിയർ ബോർഡർ ഇൻറ്റേർണലി ബിവൽഡ് ആണ്, അത് കോൺവെക്സ് ആണ്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ കറസ്പോണ്ടിങ് പരേറ്റൽ ബോൺ. ഇനി ആൻറ്ററോ ഇൻഫീരിയർ ബോർഡർ ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ സ്ക്വാമോസൽ ബോർഡർ ഓഫ് ഗ്രേറ്റർ വിങ് ഓഫ് സ്ഫിനോയിഡ് ബോൺ. ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്വാമസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്തതാണ് ഞാൻ പറഞ്ഞു പീട്രോ മാസ്റ്റോയുടെ പാർട്ടെന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ എളുപ്പത്തിന് പീറ്റർസ് പാർട്ടെന്നും മാസ്റ്റോയുടെ പാർട്ടെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് മാസ്റ്റോയുടെ പാർട്ട്. ഈ മാസ്റ്റോയുടെ പാർട്ട് വളരെ തിക്കാണ്. ഇത് സ്ക്വാമസ് പാർട്ടിൻ്റെ പോസ്റ്റീരിയറായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു എക്സ്റ്റേണലും അതുപോലെ തന്നെ ഒരു ഇൻറ്റേർണൽ സർഫസും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് എൻ്റെ ഇവിടെ ഒരു മാസ്റ്റോയുടെ പ്രോസസ്സ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് പൊട്ടിയിരിക്കുകയാണ്, പക്ഷേ ഇവിടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മാസ്റ്റോയുടെ പ്രോസസ്സും കാണാൻ പറ്റും. എക്സ്റ്റേണൽ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ റഫ് ആൻഡ് കോൺവെക്സ് ആണ്. ഇത് കണ്ടിന്യൂസ് വിത്ത് ദ ഔട്ടർ സർഫസ് ഓഫ് ദ മാസ്റ്റോയിഡ് പ്രോസസ്. ഇത് അറ്റാച്ച്മെൻറ്റ് ആർക്കൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സ്റ്റെനോഫ്ലോഡോമാസ്റ്റോയിഡ്, സ്പ്ലീനിയസ് ക്യാപിറ്റിസ് ആൻഡ് ലോഞ്ചിസിമസ് ക്യാപിറ്റിസ്. ഇനി മസിൽസ്, ഈ അറ്റാച്ച്മെൻറ്റ് ഇത് അറ്റാച്ച് ചെയ്യുന്ന മസിലെല്ലാം ഒബ്ലിക്ലി ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് പാസ് ചെയ്യും. ഇനി സ്ക്വാമോ മാസ്റ്റോയിഡ് ജംഗ്ഷനിലോട്ട് ചേർന്നായിട്ട് ഈ ഭാഗത്തായിട്ട് ചേർന്നായിട്ട് ഓക്സിപിറ്റൽ ബെല്ലി ഓഫ് ഓക്സിപിറ്റൽ ഫ്രോണ്ടാലിസും പിന്നെ ഓർക്കുലാരിസ് പോസ്റ്റീരിയർ മസിൽസും ഒറിജിൻ ചെയ്യാറുണ്ട്. ഇനി ഇതിനകത്ത് കാണുന്നില്ല, പക്ഷെ ഒരു മാസ്റ്റോയിഡ് ഫൊറാമൻ സാധാരണ ഇവിടെ ഉണ്ടാകാറുണ്ട്. ആ ഫൊറാമനിൽ സിഗ്മോയിഡ് സൈനസിനെയും പോസ്റ്റീരിയർ ഓർക്കുലർ വെയിനെയും കണക്ട് ചെയ്തിട്ടുള്ള എംസറി വെയിനും അതുപോലെ തന്നെ ഓക്സിപിറ്റൽ ആർട്ടറിയിൽ നിന്നുള്ള മെനിഞ്ചൽ ബ്രാഞ്ചും പാസ് ചെയ്യാറുണ്ട്. ഇനി അതിൻ്റെ ഇൻറ്റേർണൽ സർഫസ് നോക്കാം. ഇൻറ്റേർണൽ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഈ സൾക്കസ് ആണെന്ത്? ദാറ്റ് ഈസ് ദ സിഗ്മോയിഡ് സൾക്കസ്. ഈ സിഗ്മോയിഡ് സൾക്കസിലുള്ള സ്ട്രക്ചറാണ് സിഗ്മോയിഡ് സൈനസ്. ഇനി സുപ്പീരിയർ ബോർഡർ നോക്കാം. സുപ്പീരിയർ ബോർഡർ എന്ന് പറയുന്നത് സെറേറ്റഡ് ആണ്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ പോസ്റ്റീരിയർ 1/3 ഓഫ് ലോവർ ബോർഡർ ഓഫ് ദ പരേറ്റൽ ബോൺ. പോസ്റ്റീരിയർ ബോർഡർ നോക്കിയാലും ഇറ്റ് ഈസ് ഓൾസോ സെറേറ്റഡ്. ഇറ്റ് ആർട്ടിക്കുലേറ്റ്സ് വിത്ത് ദ സ്ക്വാമസ് പാർട്ട് ഓഫ് ഓക്സിപിറ്റൽ ബോൺ എക്സ്റ്റെൻഡിങ് ഫ്രം ദ ലാറ്ററൽ ആംഗിൾ ടു ദ ജുഗുലർ പ്രോസസ്. അടുത്തത് കാണാൻ പോകുന്നത് മാസ്റ്റോയിഡ് പ്രോസസ്സിനെ പറ്റിയാണ് കുറച്ച് ഡീറ്റെയിൽസ്. അതായത് മാസ്റ്റോയിഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ താഴെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് ഇതിനകത്തുള്ള എയർ സൈനസ് കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് മാസ്റ്റോയിഡ് പ്രോസസ്സിൻ്റെ തൊട്ട് മീഡിയലായിട്ട് യു ക്യാൻ സീ എ മാസ്റ്റോയിഡ് നോച്ച്. അവിടെ നിന്നാണ് പോസ്റ്റീരിയർ ബെല്ലി ഓഫ് ഡൈഗാസ്ട്രിക് മസിൽ വരുന്നത്. അതിൻ്റെ മീഡിയലായിട്ട് അതിൻ്റെ ഈ ഭാഗത്തായിട്ട്
ഓക്സിപിറ്റൽ ബോണുമായിട്ട് ആർട്ടിക്കുലേഷൻ വരുന്ന ഈ റീജിയനിൽ നിന്ന് വീണ്ടും ഒരു ഗ്രൂവ് ഉണ്ട്, അവിടെ കൂടെയാണ് ആര് പോകുന്നത്, ഓക്സിപിറ്റൽ ആർട്ടറി പാസ് ചെയ്യുന്നത്. ഇനി മാസ്റ്റോയിഡ് പ്രോസസ്സ് അതിനകത്ത് എയർ സെല്ലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ആ എയർ സെല്ലിൻ്റെ അപ്പിയറൻസ് വെച്ചിട്ട് നമുക്കിതിനെ മൂന്നായിട്ട് തിരിക്കാം. ന്യൂമാറ്റിക് ടൈപ്പ് അത് കംപ്ലീറ്റ്ലി എയർ സെല്ലാണെങ്കിൽ, അല്ലെങ്കിൽ സ്ക്ലിറോട്ടിക് ടൈപ്പ് അത് എയർ സെല്ല് ഡെവലപ്പ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിക്സഡ് ടൈപ്പ്, രണ്ടും സ്ക്ലിറോട്ടിക് ആൻഡ് ന്യൂമാറ്റിക്കിൻ്റെ ഫീച്ചർ കാണിക്കുന്നുണ്ടെങ്കിൽ മിക്സഡ് ടൈപ്പായിട്ടും തിരിക്കാം. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ടിംപാനിക് പാർട്ട്. ഇതാണ് ടിംപാനിക് പാർട്ട്. ഈ ടിംപാനിക് പാർട്ടിൻ്റെ ഫീച്ചേഴ്സാണ്, ഒന്ന് ആൻറ്റീരിയർ സർഫസ് ഉണ്ട്, പുറകിൽ പോസ്റ്റീരിയർ സർഫസ് ഉണ്ട്, പിന്നെ ഇവിടെ ആയിട്ടൊരു ലാറ്ററൽ ബോർഡർ ഉണ്ട്, പിന്നെ ഒരു സുപ്പീരിയർ ബോർഡർ ഇവിടെ ആയിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഇൻഫീരിയർ ബോർഡർ നമ്മുടെ ഈ ഭാഗത്തായിട്ടും കാണാൻ പറ്റും. ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഓരോന്നിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആൻറ്റീരിയർ സർഫസ്. ആൻറ്റീരിയർ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് നോൺ ആർട്ടിക്കുലർ പാർട്ട് ഓഫ് മാൻഡിബുലാർ ഫോസയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ക്യാപ്സ്യൂളിൽ നിന്ന് പരോട്ടിഡ് ഗ്ലാൻഡിൻ്റെ ഒരു പാർട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഈ ടിംപാനിക് പ്ലേറ്റ് ഇവിടെ കാണത്തില്ല, പകരം അവിടെ ഉണ്ടാവുക ഒരു ടിംപാനിക് റിങ് ആയിരിക്കും. അവിടെ നിന്നായിരിക്കും പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി പോസ്റ്റീരിയർ സർഫസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഫോംസ് ദ പാർട്ട് ഓഫ് ദ ഏതൊക്കെ പാർട്ടാണ്, ആൻറ്റീരിയർ വോളുണ്ട്, ഫ്ലോറുണ്ട്, പിന്നെ ലോവർ പാർട്ട് ഓഫ് ദ പോസ്റ്റീരിയർ വോളുണ്ട്. ഇത്രയും എക്സ്റ്റേണൽ അക്കൂസ്റ്റിക് മിയാറ്റിസിൻ്റെ ഇത്രയും പാർട്ടാണ് ടിംപാനിക് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ ഫോം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മീഡിയൽ ഇൻറ്റിലേക്ക് അത് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മീഡിയൽ ഇൻറ്റി നോക്കിക്കഴിഞ്ഞാൽ ദർ യു ഹാവ് ദ ടിംപാനിക് സൾക്കസ്. അതിൻ്റെ മാർജിനിലേക്കാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്, ടിംപാനിക് മെംബ്രെയിൻ അറ്റാച്ച് ചെയ്യുന്നത്. ചിലപ്പോഴും ഇതിൻ്റെ ഫ്ലോറിൽ നമുക്കൊരു ലോഞ്ചിറ്റ്യൂണൽ റിഡ്ജ് കാണാൻ പറ്റും, അതാണ് ഓഡിറ്ററി ടോറസ്. ഇനി ഇതിൻ്റെ സുപ്പീരിയർ ബോർഡർ നമ്മൾ ഈ ഭാഗത്തായിട്ട് വരും. നമ്മൾ നേരത്തെ കണ്ടതാണ്. സുപ്പീരിയർ ബോർഡർ എന്ന് പറയുന്നത് സ്ക്വാമസ് പാർട്ടിനോട് അറ്റാച്ച്ഡ് ആണ്. അത് സെപ്പറേറ്റ് ചെയ്യുന്ന സ്ക്വാമോ ടിംപാനിക് ഫിഷറാണ്. അതിനെ ഒരു ഡൗൺ ടേൺഡ് എഡ്ജ് ഓഫ് ടെക്മൻ ടിംപാനി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പീട്രോസ് ടിംപാനിക് പുറകിലും പീട്രോസ് സ്ക്വാമസ് മുൻപിലും. ഇനി ഇൻഫീരിയർ ബോർഡർ നോക്കാം. ഇൻഫീരിയർ ബോർഡർ എന്ന് പറയുന്നത് തിന്നാണ്, ഷാർപ്പാണ്. ഇവിടെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒടിഞ്ഞു പോയതാണ്. ഇവിടെ ഒരു സ്റ്റൈലോയിഡ് പ്രോസസ്സ് ഉണ്ട്, ഈ കാണുന്നത്. ആ സ്റ്റൈലോയിഡ് പ്രോസസ്സിനെ ചുറ്റും ഈ ഇൻഫീരിയർ ബോർഡർ ഒരു ഷീത്ത് പോലെ കവർ ചെയ്യും. അതാണ് വജൈനൽ പ്രോസസ്സ്. ആ വജൈനൽ പ്രോസസ്സിലോട്ടും പിന്നെ ബാക്കി ഇൻഫീരിയർ ബോർഡറിലോട്ടുമാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്, ദ ഡീപ്പ് ലാമെല്ല ഓഫ് ദ പരോട്ടിഡ് ഫേഷ്യ. അത് ഇൻവെസ്റ്റിംഗ് ലെയർ ഓഫ് ഡീപ്പ് സർവൈക്കൽ ഫേഷ്യയുടെ പാർട്ടാണ്. ലാസ്റ്റ് വൺ ദ ലാറ്ററൽ ബോർഡർ ഒരു കർഡ് റിഡ്ജാണ്. അത് ഇങ്ങോട്ടാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്, ദ കാർട്ടിലേജനസ് പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ ഓഡിറ്ററി മിയാറ്റസ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഈ പോസ്റ്റീരിയർ അപ്ടേൺഡ് എഡ്ജ് ഓഫ് ലാറ്ററൽ ബോർഡർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ മാസ്റ്റോയിഡ് ബൈ അനദർ ഫിഷർ. ഫ്രണ്ടിൽ സ്ക്വാമോ ടിംപാനിക് ഫിഷർ എന്ന് പറഞ്ഞതുപോലെ ഈ പുറകിലുള്ളതാണ് എന്ത്, ടിംബനോ മാസ്റ്റോയിഡ് ഫിഷർ. ഈ ടിംബനോ മാസ്റ്റോയിഡ് ഫിഷറിൽ കൂടിയാണ് ആര് വരുന്നത്, ഓർക്കുലാർ ബ്രാഞ്ച് ഓഫ് വാഗസ് നെർവ് എമർജ് ചെയ്യുന്നത്. അടുത്തതാണ് നമ്മളിതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കാണാൻ പോകുന്നത്, ദ പീട്രസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. പീട്രസ് പാർട്ട് സ്റ്റൈലോയിഡ് പ്രോസസ് ഒരുമിച്ച് നോക്കാം. അപ്പോൾ പീട്രസ് പാർട്ട് എവിടെയാണ് കാണുന്നത് വെച്ചാൽ മെയിനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അതിൻ്റെ ഇൻറ്റേർണൽ സർഫസ് വരണം ഈ ഭാഗം, ഇല്ലെങ്കിൽ അതിൻ്റെ ഇൻഫീരിയർ സർഫസിലേക്ക് പോയാൽ അതിൻ്റെ ഈ റീജിയനും ഫുള്ള് പീട്രസ് പാർട്ടാണ്. അപ്പോൾ പീട്രസ് പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഇതിനകത്താണ് ഇൻറ്റേർണൽ ലെയർ ഇരിക്കുന്നത്, മിഡിൽ ലെയർ ഇരിക്കുന്നത്, മാസ്റ്റോയിഡ് ആൻഡ്രോ ഉള്ളത്, പിന്നെ ബോണി പാർട്ട് ഓഫ് ഓഡിറ്ററി ട്യൂബ് ഉള്ളത്, പിന്നെ ഇതിനകത്തൂടെയാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും ഫേഷ്യൽ നെർവും അത് അതിൻ്റെ കനാൽസിൽ കൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്സ് നോക്കാം. അതായത് ഇതിനൊരു എപ്പെക്സ് ഉണ്ട്, ഈ ഭാഗത്തായിട്ട് ഒരു എപ്പെക്സ് ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, പിന്നീട് ഒരു ആൻറ്റീരിയർ സർഫസ്, പിന്നെ പുറകിലൊരു പോസ്റ്റീരിയർ സർഫസ്, പിന്നെ താഴെയായിട്ട് ഒരു ഇൻഫീരിയർ സർഫസ് ഉണ്ട്. ബോർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ആൻറ്റീരിയർ ബോർഡർ ഉണ്ട്, ഒരു സുപ്പീരിയർ ബോർഡർ ഉണ്ട്, പിന്നെ ഒരു പോസ്റ്റീരിയർ ബോർഡർ ഉണ്ട്. ഓരോന്നോരോന്ന് നോക്കാം. അതായത് ആദ്യം ബേസ് എന്ത് പറ്റും, സ്ക്വാമസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോണിൻ്റെ ഇന്നർ സർഫസുമായിട്ട് മെർജ് ചെയ്യും. എപ്പെക്സ് ഒരു ട്രയാങ്കുലർ ബ്ലണ്ട് ഏരിയയാണ്. അത് പ്രൊജക്റ്റ് മീഡിയലി ആൻഡ് ഫോർവേഡാണ്. നമ്മളിതിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസ്റ്ററോലാറ്ററൽ പാർട്ട് ഓഫ് ഫൊറാമൻ ലേസറം ഉണ്ടാക്കുന്നതാണിത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ എപ്പെക്സിൽ
you can see a foramen, that is the carotid കനാലിൻ്റെ ആൻറ്റീരിയർ ഓപ്പണിംഗ് ആണ്. അത് ഇവിടെ കൂടെയാണ് ആര് വരുന്നത്, കരോട്ടിഡ് കനാൽ കൂടെ വരുന്ന ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഇൻട്രാ ക്രേനിയലായിട്ട് പാസ് ചെയ്യുന്നത്. ഇനി ഈ ടിപ്പ് ഓഫ് പീട്രസ് ടെമ്പറൽ ബോൺ ആരോട്ട് അറ്റാച്ച് ചെയ്യുന്നു, ദ പീട്രോസൽ പാർട്ട് ഓഫ് ഡോഴ്സം സെല്ല് ഓഫ് സ്ഫിനോയിഡുമായിട്ട് അറ്റാച്ച് ചെയ്യും ത്രൂ ദ പീട്രോസ്ഫിനോയിഡ് ലിഗമെൻറ്റ്. ഈ പീട്രോസ്ഫിനോയിഡ് ലിഗമെൻറ്റ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അബ്ഡ്യൂസൻ നെർവ് ഈ ലിഗമെൻറ്റിൻ്റെ ജസ്റ്റ് ബിലോ ആയിട്ടും പിന്നെ ടിപ്പിൻ്റെ ജസ്റ്റ് എബോവ് ആയിട്ടും പാസ് ചെയ്തിട്ടാണ് ഡ്യൂറാമാറ്റിനെ പിയേഴ്സ് ചെയ്ത് കവേർണസ് സൈനസിലേക്ക് കയറാൻ പോകുന്നത്. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ദ ആൻറ്റീരിയർ സർഫസ്. ആൻറ്റീരിയർ സർഫസ് നമുക്ക് ഇങ്ങനെ നോക്കാം, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആൻറ്റീരിയർ സർഫസിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഏറ്റവും മുൻപിലായിട്ട് ഏറ്റവും ആൻറ്റീരിയറായിട്ട് ഹിയർ യു ഹാവ് എ ഡിപ്രഷൻ, ദാറ്റ് ഈസ് ദ ട്രൈജമിനൽ ഇംപ്രഷൻ. ഇവിടെ കിടക്കുന്നതാണ് ദ ട്രൈജമിനൽ ഗാംഗ്ലിയോൺ. അതിൻ്റെ മെക്കൽ സ്കേബിൾ അല്ലെങ്കിൽ കാവം ട്രൈജമിനലിൽ കിടക്കുന്നതാണ് ട്രൈജമിനൽ ഇംപ്രഷൻ. ഈ ട്രൈജമിനൽ ഇംപ്രഷൻ നമ്മൾ ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ അപ്പർ ബോർഡറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയതായിട്ടൊരു വീണ്ടും ഒരു ഗ്രൂവ് കാണാൻ പറ്റും. ആ ഗ്രൂവ് എന്തിനാണെന്ന് ചോദിച്ചാൽ ട്രൈജമിനൽ ഗാംഗ്ലിയോണിൻ്റെ മോട്ടോർ ആൻഡ് സെൻസറി റൂട്ട് ഉണ്ടാക്കുന്ന ഗ്രൂവാണിത്. ഇനി ഈ ട്രൈജമിനൽ ഗാംഗ്ലിയോണിൻ്റെ പുറകോട്ട് നമ്മൾ ട്രേസ് ചെയ്താൽ ഈ കാണുന്ന മൊത്തത്തിലുള്ള ഈ എലവേഷൻ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ദ ആർക്വേറ്റ് എമിനൻസ്. ഈ ആർക്വേറ്റ് എമിനൻസ് സുപ്പീരിയർ അല്ലെങ്കിൽ ആൻറ്റീരിയർ സെമി സർക്കുലർ കനാൽ വഴി ഉണ്ടാവുന്നതാണ്. ഇനി അടുത്ത പാർട്ടാണ്, അതായത് ഈ ആർക്വേറ്റ് എമിനൻസ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറയുന്നത് ഇങ്ങോട്ടുള്ള ഇത്രയും റീജിയനെ, അതായത് ഈ ഫുൾ റിമൈനിങ് പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ടെഗ്മെൻ ടിമ്പാനി. ഈ ടെഗ്മെൻ ടിമ്പാനി എന്ന് പറയുന്നത് ഒരു കോമൺ റൂഫാണ്. ആരുടെയൊക്കെ കോമൺ റൂഫ് ഫോർ ദ മസ്റ്റേർഡ് ആൻഡ് ദ ടിമ്പാനിക് ക്യാവിറ്റി ആൻഡ് ദ ബോണി പാർട്ട് ഓഫ് ദ ഓൾട്ടറി ട്യൂബ്. ഈ ടെഗ്മെൻ ടിമ്പാനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വാമോ ടിമ്പാനിക് ഫിഷറിലേക്ക് ഒരു ഡൗൺ ടേൺഡ് എഡ്ജ് കൊടുത്ത് അതിനെ രണ്ടായിട്ട് തിരിക്കുന്നത്. ഇനി ഈ ടെഗ്മെൻ ടിമ്പാനിയിൽ രണ്ട് ഫൊറാമിനയുണ്ട്, ലാറ്ററലും ഉണ്ട് മീഡിയലും ഉണ്ട്. ഇതിനകത്ത് മീഡിയലായിട്ടുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, ഈ കാണുന്ന ഫൊറാമിന, ദിസ് വൺ. ഇവിടെ ഈ ഫൊറാമിനയാണ് എന്തിലുള്ളത്, ഗ്രേറ്റർ പെട്രോസൽ നെർവ് പാസ് ചെയ്യുന്നത്. ഇതിൻ്റെ ലാറ്ററലായിട്ടൊരു ഫൊറാമിനയുണ്ട്, അത് ഇതിനകത്ത് കാണുന്നില്ല. ദാറ്റ് വിൽ ബി ഫോർ ദ ലെസ്സർ പെട്രോസൽ നെർവ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇതിൻ്റെ പോസ്റ്റീരിയർ സർഫസാണ്. പോസ്റ്റീരിയർ സർഫസിൽ നിങ്ങൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഹിയർ ഈസ് യുവർ ഇൻറ്റേർണൽ അക്കോസ്റ്റിക് മിയാറ്റസ്. ഈ ഇൻറ്റേർണൽ അക്കോസ്റ്റിക് മിയാറ്റസ് ഒരു ബോണി കനാലാണ്. അതിനകത്തോട് ആരൊക്കെ പാസ് ചെയ്യും, ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ദ മോട്ടോർ ആൻഡ് ദ സെൻസറി റൂട്ട് ഓഫ് ഫേഷ്യൽ നെർവ്. അതിൽ മോട്ടോർ റൂട്ടായിരിക്കും മേളിലുണ്ടാവുക. പിന്നെ ഫേഷ്യൽ നെർവിന് താഴെയായിട്ട് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ് ഉണ്ട്. ഇനി ഇതിൻ്റെ എല്ലാം ബിറ്റ്വീൻ ആൻഡ് ബിഹൈൻഡ് ആയിട്ട് യു ഹാവ് ദ ലാബിരിന്തൈൻ ആർട്ടറി. നമ്മളൊരു സ്കിമാറ്റിക് ഡയഗ്രാം വെച്ചിട്ട് തന്നെ നോക്കാം. ഇതാണ് ആ പടം. അതിനകത്ത് ഞാൻ പറഞ്ഞ എൻട്രി പോയിന്റിൽ ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ ലാറ്ററൽ എൻഡിൽ, അതിൻ്റെ ഈ ഇൻറ്റേർണൽ അക്കോസ്റ്റിക് മിയാറ്റസിൻ്റെ ലാറ്ററൽ എൻഡിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ എ പ്ലേറ്റ് ഓഫ് ബോൺ വിച്ച് ഈസ് സബ്ഡിവൈഡഡ് ബൈ എ ഹൊറിസോണ്ടൽ ക്രസ്റ്റ് ഇൻ ടു അപ്പർ ആൻഡ് ലോവർ പാർട്സ്. ഈ പടത്തിൽ ആ ഹൊറിസോണ്ടൽ ക്രസ്റ്റ് കാണാം. അപ്പർ പാർട്ട് പ്രസൻസ് ദ ഓപ്പണിംഗ് ഓഫ് ഫേഷ്യൽ കനാൽ ഇൻ ഫ്രണ്ട്. ടേബിളിങ് നോക്കിയാൽ മതി. ആൻഡ് അവിടെ എന്താ കാണാൻ പറ്റുന്നത്, അത് യുണൈറ്റഡ് ട്രങ്ക് ഓഫ് ഫേഷ്യൽ നെർവാണ് അതിൽ കൂടെ പാസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അപ്പർ പാർട്ടിൽ തന്നെ സുപ്പീരിയർ വെസ്റ്റിബുലർ ഏരിയ കാണാം. അത് ഈ ഫേഷ്യൽ ഓപ്പണിംഗ് ഓഫ് ഫേഷ്യൽ കനാലിൻ്റെ പോസ്റ്റീരിയർ ആണ്. ആ സുപ്പീരിയർ വെസ്റ്റിബുലർ ഏരിയയിൽ കൂടെയാണ് അപ്പർ ഡിവിഷൻ ഓഫ് വെസ്റ്റിബുലർ നെർവ് പാസ് ചെയ്യുന്നത്. ഇനി ലോവർ പാർട്ട് നോക്കാം. ലോവർ പാർട്ടിൽ മുമ്പിലുള്ളത് എന്താണ്, ട്രാക്ടസ് സ്പൈറാലിസ് ഫൊറാമിനോസസ്. അത് കോക്ലിയർ നെർവിന് വേണ്ടിയുള്ളതാണ്. പിന്നീട് അതിന് പുറകിലായിട്ട് യു ഹാവ് ദ ഇൻഫീരിയർ വെസ്റ്റിബുലർ ഏരിയ, അത് ലോവർ ഡിവിഷൻ ഓഫ് വെസ്റ്റിബുലർ നെർവിന് വേണ്ടിയുള്ളതാണ്. ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇനി ഒരു ഫൊറാമൻ സിംഗുലാരെ എന്ന് പറയുന്നൊരു ഫൊറാമൻ കൂടിയുണ്ട്. അത് ബിലോ ദ ഇൻഫീരിയർ വെസ്റ്റിബുലർ ഏരിയ ആണുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു ടിഗ് ഓഫ് വെസ്റ്റിബുലർ നെർവിന് പാസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇവിടത്തേക്കുള്ളത് ടു റീച്ച് ദ ആംബുല ഓഫ് ദ പോസ്റ്റീരിയർ സെമി സർക്കുലർ ഡക്റ്റ്. ഇനി ഈ ഇൻറ്റേർണൽ മിയാറ്റസിൻ്റെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം ഇതിലേക്ക്. അതായത് ഇൻറ്റേർണൽ മിയാറ്റസിൻ്റെ പുറകിലായിട്ട് യു ഹാവ് വൺ ഒബ്ലിക് സ്ലിറ്റ്. അതായത് ഈ ഭാഗത്തായിട്ട് വരും. ഈ ഒബ്ലിക് സ്ലിറ്റാണ് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്, ദ അക്വഡക്റ്റ് ഓഫ് വെസ്റ്റിബ്യൂൾ.
It lodges the saccus and ductus endolymphaticus filled with the endolymph. ഇനി ഇതിന് മുൻപിലുള്ളതിൻ്റെ ഈ റീജിയൻ മൊത്തത്തിലുള്ള റീജിയൻ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സബ് ആർക്വേറ്റ് ഫോസ. അത്ര ആയപ്പോഴത്തേക്ക് നമ്മളതിൻ്റെ പോസ്റ്റീരിയർ സർഫസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇൻഫീരിയർ സർഫസ് ഓഫ് ദ പീട്രസ് പാർട്ട്. ഇതാണ് ഇൻഫീരിയർ സർഫസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഫീരിയർ സർഫസിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പം മുമ്പിൽ കാണുന്ന ഇവിടെ കാണുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയ, അതാണ് ലെവേറ്റർ വേലെ പാലറ്റീനയ്ക്ക് ഒറിജിൻ കൊടുക്കുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഈ റീജിയൻ, ഇവിടെ നിന്നാണ് ആര് വരുന്നത്, ബോണി പാർട്ട് ഓഫ് ദ ഓഡിറ്ററി ട്യൂബ്. അപ്പോൾ ഈ ഏരിയ നമ്മൾ പറയുന്ന പേരാണ് സൾക്കസ് ട്യൂബേ. ഈ സൾക്കസ് ട്യൂബേ എന്ന് പറഞ്ഞാൽ പീട്രസ് പാർട്ട് മാത്രം ഉണ്ടാക്കുന്നതല്ല. ഇറ്റ് ഫോംസ് സൾക്കസ് ട്യൂബേ ഫോംഡ് ടുഗദർ ബൈ ദ പീട്രസ് പാർട്ട് ആൻഡ് ദ ഗ്രേറ്റർ വിങ് ഓഫ് സ്ഫിനോയിഡ്. ഇനി ലോവർ ഓപ്പണിംഗ് ഓഫ് ദ കരോട്ടിഡ് കനാല് നമ്മുടെ ഇവിടെ കാണുന്ന അടുത്ത ഫീച്ചറാണ്. ദിസ് ഇസ് ദ ലോവർ ഓപ്പണിംഗ് ഓഫ് ദ കരോട്ടിഡ് കനാൽ. ഇവിടെ കൂടെ ആര് പാസ് ചെയ്യും? പാസേജ് ഓഫ് ദ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി സറൗണ്ടഡ് ബൈ എ പ്ലെക്സ് ഓഫ് സിമ്പതറ്റിക് നെർവ്. ഈ കരോട്ടിഡ് കനാലിൻ്റെ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരോട്ടിഡ് കനാലിൻ്റെ തൊട്ട് പുറകിലായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തൊട്ട് പുറകിലായിട്ട് കാണാൻ പറ്റുന്ന ഈ ഡിപ്രഷനാണെന്ത്, ദാറ്റ് ഈസ് ദ ജുഗുലാർ ഫോസ. ഈ ജുഗുലാർ ഫോസ എന്താ ഉള്ളത്? ദാറ്റ് ഈസ് ഫോർ ദ സുപ്പീരിയർ ബൾബ് ഓഫ് ഇൻറ്റേർണൽ ജുഗുലാർ വെയിൻ. ഇതിൻ്റെ തൊട്ട് മേളിലായിട്ടാണ് ആര് കിടക്കുന്നത്? ടിമ്പാനിക് ക്യാവിറ്റിയുടെ ഫ്ലോർ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് ടിമ്പാനിക് ക്യാവിറ്റിയുടെ ഫ്ലോർ, ഇതിന് മേളിലാണ് ടിമ്പാനിക് ക്യാവിറ്റി. അതുകൊണ്ടാണ് ഫ്ലോറിനെ നമ്മൾ ജുഗുലാർ വോൾ എന്നൊക്കെ പറയുന്നത്. അടുത്തതാണ് ടിമ്പാനിക് കനാലിക്കുലസ്. ഈ ടിമ്പാനിക് കനാലിക്കുലസ് എന്ന് പറയുന്നത് ഈ കരോട്ടിഡ് കനാലിൻ്റെ ജുഗുലാർ ഫോസയുടെ ഇടയ്ക്ക് അതിൻ്റെ ഇവിടെ ആയിട്ട് കാണുന്നതാണെന്ത്, ടിമ്പാനിക് കനാലിക്കുലസ്. അതെന്തിനു വേണ്ടിയുള്ളതാണ്? ഗ്ലോസോഫെറിഞ്ചൽ നെർവിൻ്റെ ടിമ്പാനിക് ബ്രാഞ്ചിന് കയറി പോകാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇനി ജുഗുലാർ ഫോസയുടെ മുൻപിലായിട്ട് ഇവിടെ ഒരു ട്രയാങ്കുലർ ഡിപ്രഷൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർ ദ ഇൻഫീരിയർ ഗാംഗ്ലിയോൺ ഓഫ് ഗ്ലോസോഫെറിഞ്ചൽ നെർവ്. ഇനി ഇതിന് രണ്ടിനിടയിൽ മുമ്പിലായിട്ട് കാണുന്നതിൻ്റെ ഈ ഫൊറാമിനാണ്, ദിസ് ഫൊറാമിൻ, ദാറ്റ് ഈസ് ദ കോക്ലിയർ കനാലിക്കുലസ്. അത് അക്വഡക്റ്റ് ഓഫ് കോക്ലിയയും പിന്നെ സം കോക്ലിയർ ബ്ലഡ് വെസൽസിനെയും പാസ് ചെയ്യും. ഇനി ലാറ്ററൽ വോൾ ഓഫ് ദ ജുഗുലാർ ഫോസ, അതായത് ഈ ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ ടിമ്പാനിക് കനാലിക്കുലസ് കണ്ടതിൻ്റെ തന്നെ സൈഡിലായിട്ട് ഇവിടെ ഒന്നോ അതിലധികമോ മാസ്റ്റോയിഡ് കനാലിക്കുലേ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ഫോർ ദ എൻട്രി ഓഫ് ഓറിക്കുലർ ബ്രാഞ്ച് ഓഫ് വാഗസ് നെർവ്. ഇതാണ് നമ്മൾ നേരത്തെ എവിടെ കണ്ടായിരുന്നു, ഈ ടിമ്പനോ മാസ്റ്റോയിഡ് ഫിഷറിൽ കൂടെ എമർജ് ചെയ്യുന്നത് കണ്ടിരുന്നു. സോ ദിസ് വാസ് ദ വ്യൂ ഓഫ് മാസ്റ്റോയിഡ് കനാലിക്കുലേ. ഇനി ഈ ജുഗുലാർ ഫോസയുടെ തൊട്ട് പുറകിലായിട്ട്, ഇതാണ് ജുഗുലാർ ഫോസ, അതിന് തൊട്ട് പുറകിലായിട്ട് അതിൻ്റെ ഇവിടെ ആയിട്ടൊരു ജുഗുലാർ സർഫസ് കാണാൻ പറ്റും. ഈ ജുഗുലാർ സർഫസ് ഒക്സിപിറ്റൽ ബോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഒക്സിപിറ്റൽ ബോണിൻ്റെ ജുഗുലാർ പ്രോസസ്സുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഇറ്റ് ഫോംസ് എ പ്രൈമറി കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഇനി നമ്മൾ നേരത്തെ സ്റ്റൈലോയിഡ് പ്രോസസ്സിൻ്റെ ഇവിടെ കണ്ടിരുന്നു. സ്റ്റൈലോയിഡ് പ്രോസസ്സിൻ്റെ അവിടെ ടിമ്പാനിക് പ്ലേറ്റ് വന്നൊരു വജൈനൽ ഷീത്ത് ഉണ്ടാക്കുമെന്നും അവിടേക്ക് ഈ ബോർഡറിലേക്കും വജൈനൽ ഷീത്തിലേക്കും ചേർന്നിട്ടാണ് ഡീപ്പ് ലാമെല്ല ഓഫ് പരോട്ടിഡ് ഫിഷ് അറ്റാച്ച് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നീടുള്ളതാണ് സ്റ്റൈലോയിഡ് പ്രോസസ്സ്. അതിനകത്ത് കാണുന്നില്ല, നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് മാത്രം പറയാം. സ്റ്റൈലോയിഡ് പ്രോസസ്സ് ഏതാണ്ട് 2.5 സെൻറ്റിമീറ്റർ ലോങ് ആണ്. അത് ഡൗൺവേർഡ് ആൻഡ് ഫോർവേഡ് ആയിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി അത് ഡെവലപ്പ് ചെയ്യുന്നത് ഡോർസൽ എൻഡ് ഓഫ് ദ കാർട്ടിലേജനസ് പാർട്ട് ഓഫ് സെക്കൻഡ് ബ്രാങ്കിയൽ ആർച്ചാണ്. ഈ സ്റ്റൈലോയിഡ് പ്രോസസ് gives attachment to 3 muscles, 2 ligaments and related to a number of important structures. അതായത് മസിൽസ് ഏതൊക്കെയാണ്? അതിൻ്റെ സ്റ്റൈലോയിഡ് പ്രോസസ്സിൻ്റെ ആൻറ്റീരിയർ സർഫസിൽ നിന്നും ടിപ്പിൽ നിന്നുമാണ് സ്റ്റൈലോഗ്ലോസസ്, പോസ്റ്റീരിയർ സർഫസിൽ നിന്നാണ് സ്റ്റൈലോഹയോയിഡ്, പിന്നീട് മീഡിയൽ സർഫസിൽ നിന്നാണ് സ്റ്റൈലോഫെറിഞ്ചിയസ്. ഇതിൽ സ്റ്റൈലോഗ്ലോസസിന് ഹൈപ്പോഗ്ലോസൽ നെർവ് സപ്ലൈ ചെയ്യും, സ്റ്റൈലോഹയോയിഡിന് ഫേഷ്യൽ നെർവ് സപ്ലൈ ചെയ്യും, പിന്നെ സ്റ്റൈലോഫെറിഞ്ചിയസിന് ഗ്ലോസോഫെറിഞ്ചൽ നെർവ് സപ്ലൈ ചെയ്യും. ഇതാണ് 3 മസിൽസ്. ഇനി 2 ലിഗമെൻ്റ് ഏതൊക്കെയാണ്? സ്റ്റൈലോഹയോയിഡ് ലിഗമെൻറ്റും സ്റ്റൈലോ മാൻഡിബുലർ ലിഗമെൻറ്റും. നമുക്കറിയാം സ്റ്റൈലോഹയോയിഡ് ലിഗമെൻ്റ് എന്ന് പറയുന്നത് റെമനൻ്റ് ഓഫ് സെക്കൻഡ് ബ്രാങ്കിയൽ ആർച്ചാണ്. സ്റ്റൈലോ മാൻഡിബുലർ ലിഗമെൻ്റ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ തിക്കനിങ് ഓഫ് ഇൻവെസ്റ്റിംഗ് ലെയർ ഓഫ് ഡീപ് സെർവൈക്കൽ ഫേഷ്യ. ഇതാണ് കരോട്ടിഡിനെയും സബ് മാൻഡിബുലർ ഗ്ലാൻഡിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ളത്. ഇനി റിലേഷൻസ് സ്റ്റൈലോയിഡ് പ്രോസസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, ഇതിൻ്റെ പുറത്തായിട്ടുള്ളത് പരോട്ടിഡ് ഗ്ലാൻഡാണ്, അകത്തായിട്ടുള്ളത് നമ്മുടെ കരോട്ടിഡ് കനാലും ജുഗുലാർ ഫോസൊക്കെയാണ്.
അപ്പോൾ ഈ പരോട്ടിഡ് ഗ്ലാൻഡിനകത്തുള്ള സ്ട്രക്ചേഴ്സ് ഫുള്ള് ഇതിൻ്റെ ലാറ്ററൽ റിലേഷൻ ആയിരിക്കും. മീഡിയനായിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ കരോട്ടിഡ് കനാലിൽ കൂടെ പോകുന്ന ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി, പിന്നെ ജുഗുലാർ ഫോസ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ജുഗുലാർ വെയിന്, പിന്നെ അതിന് രണ്ടിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന നെർവ്സ്, അതായത് 9, 10, 11 ആൻഡ് 12th ക്രേനിയൽ നെർവ്സ്. ദീസ് ആർ ഓൾ ദ മീഡിയൽ റിലേഷൻസ് ഓഫ് സ്റ്റൈലോയിഡ് പ്രോസസ്. ഇനി ഇതിൻ്റെ ഈ സ്റ്റൈലോയിഡ് പ്രോസസ്സിൻ്റെയും മാസ്റ്റോയിഡ് പ്രോസസ്സിൻ്റെയും ഇടയ്ക്കായിട്ട് അതിൻ്റെ ഇവിടെ ഈ റൂട്ടിൽ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. യു ഹാവ് ദ സ്റ്റൈലോമാസ്റ്റോയിഡ് ഫൊറാമൻ. സ്റ്റൈലോമാസ്റ്റോയിഡ് ഫൊറാമൻ എന്ന് പറയുന്നത് ഫേഷ്യൽ നെർവിൻ്റെ എക്സ്ട്രാ ക്രേനിയലായിട്ട് എക്സിറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. അതുപോലെ തന്നെ അവിടെ കൂടെ എൻട്രി ഓഫ് സ്റ്റൈലോമാസ്റ്റോയിഡ് ബ്രാഞ്ച് ഓഫ് പോസ്റ്റീരിയർ ഓറിക്കുലർ ആർട്ടറിയും ഉണ്ട്. നമ്മളടുത്ത് കാണാൻ പോകുന്നത് ആൻറ്റീരിയർ ബോർഡർ ഓഫ് ദ പീറ്റസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. അതായത് എൻ്റെ ഇവിടെ മേളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളതിൻ്റെ ഈ റീജിയനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആൻറ്റീരിയർ ബോർഡിൻ്റെ കുറച്ച് പീസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓപ്പണിങ് നമ്മൾ കണ്ടു കഴിഞ്ഞായിരുന്നു. ഓപ്പണിങ് ഓഫ് ദ കരോട്ടിഡ് കനാൽ കണ്ടതാണ്. പിന്നീട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെയായിട്ട് യു ക്യാൻ സീ 2 ഫൊറാമിന. ഈ 2 ഫൊറാമിന നോക്കിക്കഴിഞ്ഞാൽ അതിൽ താഴെയുള്ളത് ഇറ്റ് ഈസ് ഫോർ ദ പാസേജ് ഓഫ് ബോണി പാർട്ട് ഓഫ് ഓഡിറ്ററി ട്യൂബ്, താഴെയുള്ളത്. അതിന് മുകളിലുള്ള ഫൊറാമിനയാണ് ടെൻസർ ടിമ്പാനി മസിലിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഈ ആൻറ്റീരിയർ ബോർഡറിൻ്റെ തന്നെ ലാറ്ററൽ പാർട്ട് അത് ജോയിൻസ് വിത്ത് ദ സ്ക്വാമസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. പിന്നെ മീഡിയൽ പാർട്ടാണെന്നുണ്ടെങ്കിൽ ഫൊറാമിൻ ലെസിയറത്തിൻ്റെ പോസ്റ്റർ ലാറ്ററൽ ബൗണ്ടറി ഉണ്ടാക്കും. ഇനി ഇതിൻ്റെ സുപ്പീരിയർ ബോർഡർ, അതായത് അതിൻ്റെ ഈ ബോർഡറാണ് നമ്മൾ പറയുന്നത്, ടെമ്പറൽ ബോണിൻ്റെ സുപ്പീരിയർ ബോർഡർ, പീറ്റസ് പാർട്ടിൻ്റെ സുപ്പീരിയർ ബോർഡർ. സുപ്പീരിയർ ബോർഡറിൽ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എന്ത്, ഇവിടെ ട്രൈജമിനൽ ഇംപ്രഷൻ്റെ ചേർന്നുള്ളൊരു, ഇവിടെ ട്രൈജമിനൽ ഇംപ്രഷൻ ഉണ്ടായിരുന്നു, അതിന് ചേർന്നൊരു ട്രൈജമിനൽ ഗ്രൂവ് ഉണ്ട്, മോട്ടോർ ആൻഡ് സെൻസറി റൂട്ട്സ് ഓഫ് ട്രൈജമിനൽ നെർവിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അറ്റാച്ച് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്, മെയിനായിട്ട് ടെൻഡോറിയം സെർബെല്ലൈ, ലാറ്ററൽ മാർജിൻ ഓഫ് ടെൻഡോറിയം സെർബെല്ലൈ. പിന്നെ ഇവിടെയുള്ള സൈനസ് ആണ് എന്ത്, സുപ്പീരിയർ പിട്രോസൽ സൈനസ്. നമ്മളിവിടെ കണ്ട റൂട്ടിന് പറയുന്ന പേരാണ്, ഇവിടെ ഗ്രൂവിന് പറയുന്ന പേരാണ് ട്രൈജമിനൽ നോച്ച്. ഇനി ഇതിൻ്റെ ടിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു അബ്ഡ്യൂസൻ്റ് നെർവുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്തത് പോസ്റ്റീരിയർ ബോർഡർ ഓഫ് പീറ്റസ് പാർട്ട് ഓഫ് ടെമ്പറൽ ബോൺ. ദിസ് ഈസ് ദ പോസ്റ്റീരിയർ ബോർഡർ. ഈ പോസ്റ്റീരിയർ ബോർഡറിൻ്റെ മീഡിയൽ പാർട്ട് ആർട്ടിക്കുലർ ആണ്, ലാറ്ററൽ പാർട്ട് ഫ്രീ ആണ്. മീഡിയൽ പാർട്ട് എന്ന് പറയുന്നത് ബേസിലർ പാർട്ട് ഓഫ് ഓക്സിപിറ്റൽ ബോണുമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യും. അതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്രൂവിലാണ് ആര് കിടക്കുന്നത്, ഇൻഫീരിയർ പിട്രോസൽ സൈനസ് കിടക്കുന്നത്. ലാറ്ററൽ പാർട്ട് ഓഫ് ദ ബോർഡർ ഇറ്റ് ഫോംസ് എ സുപ്പീരിയർ ലാറ്ററൽ ബൗണ്ടറി ഓഫ് ജുഗുലാർ ഫൊറാമൻ. ഇവിടെ ഒരു ട്രയാങ്കുലർ നോച്ച് ഉണ്ട്. ആ നോച്ച് എന്ന് പറയുന്നത് ഗ്ലോസോഫെറിഞ്ചിയൻ നെർവിൻ്റെ ഇൻഫീരിയർ ഗാംഗ്ലിയോണിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ടിമ്പാനിക് ബോണിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്.